കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രം വെച്ചതിൽ പ്രതിഷേധിച്ച് രാജ്ഭവനിലെ പരിപാടി ബഹിഷ്കരിച്ച് മന്ത്രി വി ശിവൻകുട്ടി. നാടകീയ സംഭവം സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് പരിപാടിക്കിടെയായിരുന്നു. ഗവർണർക്ക് അഹങ്കാരമെന്ന് ശിവൻകുട്ടി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. പൊതുപരിപാടികളിലെ RSS പ്രചാരണത്തിന് ഉപയോഗിക്കുന്ന രീതി തെറ്റ് എന്ന് മന്ത്രി പി രാജീവും വ്യക്തമാക്കി. മന്ത്രി വി ശിവൻകുട്ടിയെ രൂക്ഷമായി വിമർശിക്കുന്ന വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരിക്കുകയാണ് രാജ്ഭവൻ. ഇതൊരു അസാധാരണമായ നടപടി തന്നെയാണ്. ഗവർണറുള്ള ചടങ്ങിൽ നിന്ന് ഇറങ്ങിപ്പോയത് കടുത്ത പ്രോട്ടോകോൾ ലംഘനമാണ്. ഇറങ്ങിപ്പോക്ക് ഗവർണറെ അപമാനിക്കുന്നതിന് തുല്യം. രാജ്ഭവൻ കടുത്ത ആശങ്കയിലാണ് എന്നും വാർത്താക്കുറിപ്പ് പറയുന്നുണ്ട്. ന്യൂസ് പ്ലസ് ചോദിക്കുന്നു, ഭാരതാംബയെ മുൻനിർത്തി പോരോ? BJP നേതാവ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണനാണ് തത്സമയം നമുക്കൊപ്പം ചേരുന്നത്. സ്വാഗതം അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ. ഈ ഗവർണറുടെ പരിപാടികളിൽ, രാജ്ഭവനിൽ നടക്കുന്ന പൊതുപരിപാടികളിൽ സത്യത്തിൽ ഭാരതാംബയുടെ ചിത്രം വയ്ക്കണം എന്ന വാശി ഗവർണർ പുലർത്തുന്നത് എന്തിനാണ്? അല്ല, തിരിച്ചു ചോദിച്ചോട്ടെ. ഭാരതാംബയുടെ ഒരു ചിത്രം കണ്ടാൽ മന്ത്രി ഗവർണറുടെ പ്രോട്ടോകോൾ പോലും ലംഘിച്ച് മന്ത്രി ഇറങ്ങിപ്പോകുന്നത് എന്തിനാ? ഭാരതാംബയ്ക്ക് എന്താ അയിത്തമുണ്ടോ? ഇവിടുത്തെ കേരളത്തിലെ മന്ത്രിസഭയില് ഭാരതാംബ എന്ന് പറയുന്നത് ഒരു സങ്കല്പമാണ്. കേരളത്തിലെ മന്ത്രിസഭ അവിടെ ഒരു പരിപാടി വെച്ചാൽ ആ പരിപാടി രാജ്ഭവൻ എങ്ങനെ നടത്തണമെന്ന് തീരുമാനിക്കുന്നത് രാജ്ഭവനാണ്. നിങ്ങൾ ഗൗരവ വെച്ചാൽ മതി. ഇന്നലെ വരെ ഗവർണർ ജീവിച്ചതും വന്ദിച്ചതും ഇന്നലെ വരെ ഗവർണർ അനുഭവിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും പറ്റില്ല. ഇവിടുത്തെ കുറെ മന്ത്രിമാരും ഇവിടുത്തെ കുറെ ഗവൺമെന്റിനും ഭാരതവും ഇല്ല ഭാരതാംബയില്ല എന്ന് പറഞ്ഞാൽ അത് നടക്കണമെന്നില്ല, അത് സാധിക്കില്ല. അത് ഗവർണർക്ക് അദ്ദേഹത്തിന്റെ ആരാധനയോ വിശ്വാസമോ രാഷ്ട്രീയ ചിന്തകളോ ഒക്കെ വച്ചു പുലർത്തുവാനുള്ള എല്ലാ സ്വാതന്ത്ര്യവുമുള്ള നാടാണ്. അത് അദ്ദേഹം ചെയ്യുന്നുമുണ്ട്. ഇതുവരെയും ഗവർണർമാർ അങ്ങനെ തന്നെയാണ് ചെയ്തത്. പക്ഷേ ഒരു പൊതുപരിപാടിയിലേക്ക് അത് കൊണ്ടുവരുമ്പോഴാണ് പ്രശ്നം. അവിടെ എന്തിനാണ് ഈ കാര്യങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കുന്നത്? എന്തിനാണ് RSS ബിംബങ്ങൾ ഉപയോഗിക്കുന്നത്? മറ്റൊരിടത്ത് ഒരു പക്ഷേ ഒരു പൊതുപരിപാടിയിൽ ഇതുപോലെ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഇത്തരത്തിൽ അവരുടെ ബിംബങ്ങൾ ഉപയോഗിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു BJPയുടെ നിലപാട്? നിങ്ങൾ എന്ത് വിവരക്കേടാണ് ഇങ്ങനെ ഒരു ചാനലിലൂടെ വിളിച്ചു പറയുന്നത്? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ബിംബം മാതിരിയാണോ ഭാരതം? RSSകാര് ട്രെയിനിൽ കയറി, അതുകൊണ്ട് ആ ട്രെയിനിൽ ഞാൻ കയറില്ല എന്ന് പറയുന്ന മാതിരിയല്ലേ ഭാരതാംബ? RSS എന്ന് പറയുന്ന പ്രസ്ഥാനം ഉണ്ടാകുന്നതിന് മുമ്പുള്ളതാണ് ഭാരതാംബ. 1875 ആനന്ദമഠം നോവൽ തയ്യാറാക്കുമ്പോഴും 1882 ആനന്ദമഠം നോവലുമായി ബന്ധപ്പെട്ട് ഭാരതാംബ എന്ന ഒരു സങ്കല്പമുണ്ട്. ആ സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിൽ രവീന്ദ്രനാഥ ടാഗോറിന്റെ മരുമകനായിട്ടുള്ള അഭിനന്ദൻ ടാഗോറാണ് ഭാരതാംബയെ ചിത്രീകരിച്ചത്. അതിനുശേഷം എത്രയോ കാലം ഭാരതം എന്ന് പറയുന്നത് അമ്മയാണ് എന്ന ഒരു സങ്കല്പത്തിന്റെ ആധാരത്തിൽ ഭാരതത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഹൃദയത്തിൽ ഉൾക്കൊണ്ട ഒരു മഹത്തായ ഒരു ബിംബമാണ്, ഒരു മഹത്തായ കാഴ്ചപ്പാടാണ് ഭാരതാംബ. അത് ഏതെങ്കിലും RSSന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ബിംബമാണോ? അത് ഭാരതത്തെക്കുറിച്ച് ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്ന് പറയുന്നവർക്കുള്ളതാണ് ഭാരതാംബ. ഭാരതം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭാരതം വേണ്ട. അങ്ങനെയാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനനം എന്ന് പറഞ്ഞാൽ എന്താ? ഭാരതം, ഇന്ത്യ വേണ്ട. അങ്ങനെയാണല്ലോ താഷ്കണ്ടിലാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായത്. പക്ഷേ അബനീന്ദ്ര ടാഗോർ വരച്ച ഭാരതാംബയുടെ കയ്യിലുള്ള കൊടി, ഇങ്ങനെ ഒരു കൊടി ആ കയ്യിൽ ഇല്ല എന്നുള്ളതാണ്. അവരുടെ വേഷം ഇതല്ല. ഇത്തരത്തിൽ അത് അംഗീകരിക്കുവാൻ ഒരുപക്ഷെ ഒരു പൊതുസമൂഹത്തിന് പ്രശ്നം ഉണ്ടാകുമായിരിക്കും. രാഷ്ട്രീയമായി അങ്ങനെ പലപ്പോഴും ഉപയോഗിക്കുന്നത് RSS പരിപാടികളിലാണ് എന്നുള്ള കാര്യം അറിയാമല്ലോ. അത് മറ്റുള്ളവർക്ക് എങ്ങനെയാണ് ആ കൊടി അംഗീകരിക്കാൻ കഴിയുക? അതിനു പുറകിലെ ആ ഭൂപടത്തെ, അത് ഇന്ത്യയുടെ ഭൂപടമല്ലല്ലോ വച്ചിരിക്കുന്നത്. അത്തരം കാര്യങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയല്ലേ? അല്ല, ജനഗണമന നിങ്ങൾ പാടുന്നില്ലേ? അത് ഇന്നത്തെ ഇന്ത്യയാണോ ജനഗണമന? ജനഗണമനയിലുള്ള സിന്ധ് പാകിസ്ഥാനിലല്ലേ?
നമ്മുടെ മനസ്സിലൊരു കാഴ്ചപ്പാടുണ്ട്. ഭരണഘടനാപരമായി ഈ ഭാരതാംബയെ എവിടെയെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും അത്തരത്തിൽ നമ്മുടെ രേഖകളിൽ പറയുന്നുണ്ടോ ഈ ഭാരതാംബയെ ഇത്തരത്തിൽ ഇങ്ങനെ ഒരു ഭാരതാംബയെ നമ്മൾ ആരാധിക്കണമെന്ന്? അതപ്പോൾ അത് RSS ഉപയോഗിച്ചു വരുന്നതാണ്, അവരുടെ പാർട്ടി പരിപാടികളിൽ ഉപയോഗിച്ചു വരുന്ന ഒന്നാണ്, ആ ബിംബമാണ്, മറ്റാരും ഉപയോഗിക്കുന്നില്ല എന്നത് താങ്കൾക്കും അറിയാവുന്നതല്ലേ? ഒരു കാര്യമുണ്ട് കേട്ടോ, ചോദിക്കുമ്പോ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിനിടയിൽ വീണ്ടും ചോദിക്കാൻ പോരുത്. RSS ഒരു പാർട്ടിയല്ല. RSSന്റെ പാർട്ടി പരിപാടി ഏത് പാർട്ടി പരിപാടി? RSS അല്ലാതെ RSS ഉണ്ടാവുന്നതിന് മുമ്പ് ഭാരതാംബയുണ്ടെന്ന്. RSS ഉണ്ടാവുന്നതിന് മുമ്പ് ഭാരതമാത 1918 ഇതേ ഭാരതമാതാ ക്ഷേത്രം സ്ഥാപിച്ചതല്ലേ ഗാന്ധിജി? ഗാന്ധിജി ആ ക്ഷേത്രം സ്ഥാപിക്കുമ്പോൾ അവിടെ ഭാരതാംബയുടെ ചിത്രം ഇല്ലായിരുന്നു. അവിടെ ഒരു ഭൂപടം മാത്രമായിരുന്നു, മാർബിളിലുള്ള ഒരു ഭൂപടം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. കാലങ്ങൾ മാറുമ്പോ ഭാരതാംബയുടെ ചിത്രം വരും. അപ്പോ അഭിനന്ദൻ ടാഗോർ വരച്ച ഭാരതാംബയുടെ ചിത്രമാണെങ്കിൽ ഇവർ അംഗീകരിക്കോ? ഞാൻ അറിയാൻ വേണ്ടി ചോദിച്ചത്. ഒരു കയ്യിൽ രുദ്രാക്ഷവും മറുകൈയിൽ താളിയോലയും താമരപ്പൂവിൽ ഇരിക്കുന്നതുമായിട്ടുള്ള അഭിനന്ദൻ ടാഗോർ വരച്ച ഭാരതാംബ, ആ ഭാരതാംബയെ അംഗീകരിക്കോ ഇവര്? ഭാരതം എന്ന് പറയുന്നത് ഹൃദയത്തിലുള്ളവർക്കല്ലേ ഭാരതാംബ ഉണ്ടാവുള്ളൂ. രാജ്ഭവനില് ഗവർണർ ഭാരതാംബയുടെ ചിത്രം വെച്ചിട്ടാണ് എല്ലാ പരിപാടികളും, ഭരണഘടനാപരമായ പരിപാടി അല്ലാത്ത പരിപാടിയും ഒക്കെ ചെയ്യുക. നിങ്ങൾ സൗകര്യം നടത്തിയാൽ മതിയെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ഇന്നലെ വരെ അദ്ദേഹം അനുഭവിച്ച കാര്യം, ഇന്നലെ വരെ അദ്ദേഹം കൊണ്ടു നടന്ന കാര്യം നിങ്ങൾ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞാല് ഭരണഘടനാപരമായി ഇപ്പൊ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുകയാണ്. അത് ഭരണഘടനാ ചടങ്ങാണ്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഭാരതാംബയുടെ ചിത്രം വെച്ചാൽ നിങ്ങൾ ചോദിച്ചോളൂ, അതിന് അദ്ദേഹം എന്താ മറുപടി തരും എന്നുള്ളത്. പക്ഷേ ഇതൊരു പൊതു പരിപാടിയല്ലേ ശ്രീ B. ഗോപാലകൃഷ്ണൻ? ഇതൊരു മന്ത്രിയുടെ ഓഫീസിനെയൊക്കെ അറിയിച്ച് നടത്തുന്ന ഒരു പരിപാടിക്ക് അതിന്റെ കീഴ്വഴക്കങ്ങൾ കൂടി അവരെ അറിയിക്കുക എന്ന് പറയുന്ന മര്യാദയില്ലേ? ഇന്ന് തൊട്ടൊരു പുതിയ കീഴ്വഴക്കം ഉണ്ടായിന്ന് അങ്ങനെ അങ്ങ് വെച്ചാൽ മതി. ഇന്നലെ വരെയുള്ള കീഴ്വഴക്കങ്ങൾ പാലിക്കാൻ സൗകര്യമില്ല. ഇന്നൊരു പുതിയ കീഴ്വഴക്കം വെക്കുക. നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ഇങ്ങനെ ഭരണഘടനയിൽ എവിടെയെങ്കിലും ഉണ്ടോ, എവിടെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? നിലവിളക്ക് കത്തിക്കണമെന്ന് ഭരണഘടനയിൽ എവിടെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ പ്രാർത്ഥന പാടണം, അത് ഭരണഘടനയിൽ എവിടെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ഭരണഘടനയിൽ ഇല്ലാത്ത ചില ആചാരങ്ങളൊക്കെ ഉണ്ടാവും. ഇദ്ദേഹം ഗവർണറായി വന്നപ്പം, ഇതിനു മുമ്പുണ്ടായിരുന്ന ഗവർണർക്ക് അതിൽ ഇദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ ഇദ്ദേഹം ഗവർണറായി വന്നപ്പോ സ്വാഭാവികമായിട്ടും ഗവർണർ എന്ന നിലയിൽ ഭാരതത്തെ അതിനെ അമ്മയായി കണ്ടുകൊണ്ട് ചിത്രീകരിക്കുന്നു. ആ ഭാരതാംബ, ഈ ഭാരതം മുഴുവനുമുള്ള ഭാരതാംബ. ഞാൻ ചോദിക്കട്ടെ, ഈ ശിവൻകുട്ടിയുടെ അലയൻസ് പാർട്ണറാണല്ലോ ശിവസേന. അവര് ഈ ഭാരതത്തിന്റെ ചിത്രം, ഈ ഭാരതാംബയുടെ ചിത്രമല്ലേ അവര് വെക്കുന്നത്? അപ്പൊ അത് RSSന്റെ ചിത്രം മാത്രമാണെന്ന് പറയുന്നത് എന്തർത്ഥത്തിലാ? ഭാരതത്തിന്റെ സകല മുക്കിലും മൂലയിലും ഈ ഭാരതാംബ എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യട്ടെ, ഇവര് ഭാരതാംബയുടെ ഒരു പുതിയ ചിത്രം വരച്ചു വരട്ടെ, നമുക്ക് നോക്കാം. ചൈനയുടെ ചിത്രമൊന്നും അല്ലല്ലോ വെച്ചിട്ടുള്ളത്, ആണോ? നമ്മുടെ നാടിന്റെ ചിത്രമല്ലേ, നമ്മുടെ നാടിനെ അമ്മയായി കാണുന്ന ഒരു കാഴ്ചപ്പാടല്ലേ. അത് വെച്ചിട്ട് പരിപാടി നടത്തുന്നവര് വന്നാൽ മതിയെന്ന്, അല്ലാത്തവര് വരണ്ട. അതാണ് അങ്ങനെയായിരിക്കും രാജ്ഭവൻ തീരുമാനിക്കുന്നത്. നിങ്ങൾ സൗകര്യം ഉണ്ടാ വന്നാൽ മതി, ഇല്ല വേണ്ട. അപ്പോൾ ഈ രാജ്ഭവന്റെ പിടിവാശിയോട് BJPക്ക് പൂർണ്ണമായ സപ്പോർട്ടാണ് ഉള്ളത്. ഇത്തരത്തിൽ ഒരു ഭാരതാംബയുടെ പേരിൽ സംസ്ഥാനവുമായി ഒരു യുദ്ധപ്രഖ്യാപനത്തിലേക്ക് തന്നെ ഗവർണർ നീങ്ങുകയാണ്. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുകയാണ് BJP അല്ലേ? ഈ ഗവർണർക്ക് യുദ്ധവും ഇല്ല, യുദ്ധപ്രഖ്യാപനവും ഇല്ല. നിങ്ങള് ഒരു ഗവർണർ ഒരു വേദിയിൽ വരുന്നതിന് മുമ്പ് ആ വേദിയിൽ എല്ലാവരും ഇരിക്കണം, കസേരകളൊക്കെ ഫില്ലാക്കണം. ഗവർണർ വന്നു കഴിഞ്ഞാൽ ഉടനെ ദേശീയഗാനം. പിന്നെ ഗവർണറുടെ പരിപാടി കഴിഞ്ഞതിന് ശേഷമേ ബാക്കിയുള്ള ആളുകൾ പ്രസംഗിക്കൂ. ഗവർണർ പോയതിന് ശേഷം മാത്രമേ ജനഗണമന ചൊല്ലിയതിനു ശേഷം മാത്രമേ വന്ദേമാതരമല്ല ജനഗണമന ചൊല്ലിയതിനു ശേഷം മാത്രമേ ആ വേദിയിൽ നിന്ന് ഒരാള് ഇറങ്ങിപ്പോകൂ. ഈ ശിവൻകുട്ടി എന്ന് പറയുന്ന ഈ വിവരദോഷിയായ മന്ത്രിക്ക് ഇതൊന്നും അറിയില്ലേ? ആദ്യം അത് പോയി നിയന്ത്രിക്കാൻ പറ. എന്നടിസ്ഥാനത്തില ഇയാൾക്ക് ഈ ചിത്രം പറ്റില്ലെങ്കിൽ ഇയാൾ പറയണം,
ഞാൻ ഈ ചിത്രം എന്താ അതാണ് പറഞ്ഞത്, എനിക്ക് അദ്ദേഹം ഈ അത് ചിത്രം ബഹിഷ്കരിച്ചത്. സാധാരണ RSS ശാഖകളിലാണ് ഈ ധ്വജപ്രണാമം, ഭാരതാംബയെ ആരാധിക്കലൊക്കെ നടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ മാത്രം, ആ വിശ്വാസമുള്ളവർ മാത്രം ഈ പരിപാടികളിൽ പങ്കെടുത്താൽ മതി എന്നാണോ? ഇപ്പോൾ സിഖ് മതക്കാരെ എടുക്കുക, മുസ്ലിം മതവിഭാഗങ്ങളെ എടുക്കുക, അവർക്കൊന്നും ഇങ്ങനെ ഒരു ഏതെങ്കിലും ഒരു ബിംബം വച്ചിട്ടുള്ള പൂജയോ ആരാധനയോ ഇല്ല. അപ്പോൾ അവർക്കൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ബിംബത്തെ ആരാധിക്കുവാൻ കഴിയുക? ശ്രീ ഗോപാലകൃഷ്ണൻ, ഒരു പൊതുപരിപാടിയിൽ അത് കൊണ്ടുവയ്ക്കുന്നതിലെ അനൗചിത്യം മാത്രമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഭാരതം എന്ന് പറയുന്ന സങ്കല്പമില്ലാത്ത ഒരു സിഖുകാരന്റെയും പരിപാടിയുണ്ട്. ഭാരതം എന്ന് പറയുന്ന ഒരു സങ്കല്പമില്ലാത്ത ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെയും ഒരു മതവിഭാഗത്തെ, ഇതൊരു മതമൊന്നും അല്ലല്ലോ. നിങ്ങൾ എന്ത് വിവരക്കാണ് എന്താ ഈ മതം എന്നൊക്കെ പറയുന്നത്? മതവും രാജ്യവും രണ്ടാണ്. ഇത് രാജ്യമാണ്. ഭാരതം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യമാണ്. അവിടെ ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ളത് ഭാരതം എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ്. ആ സങ്കല്പത്തെ അംഗീകരിക്കാൻ പറ്റാത്തവൻ രാജ്യസ്നേഹിയല്ല, രാജ്യദ്രോഹിയാണ്. അവൻ ഭാരത വിരുദ്ധനാണ് എന്ന് വെച്ചിട്ടൊരു മന്ത്രി പ്രോട്ടോകോൾ ലംഘിക്കാൻ താങ്കളുടെ പാടുമോ? നിലപാട് വ്യക്തമാണ്. ഇത് ഈ കാര്യത്തിൽ അങ്ങനെ ഈ പ്രത്യേക തരത്തിലുള്ള ഭാരതാംബയുടെ ചിത്രത്തെ അംഗീകരിക്കാത്തവർ രാജ്യദ്രോഹികൾ ആണ് എന്നൊക്കെ പറയുന്നത് ഒരു അടിസ്ഥാനവുമില്ലാത്ത കാര്യവുമാണ് എന്നുകൂടി പറഞ്ഞു വയ്ക്കുന്നു. വളരെയധികം നന്ദി ഏതായാലും ഈ ചർച്ചയ്ക്ക് എത്തിയതിന് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ.